ഗുഡ് ഈവനിങ്. അപ്പോൾ നല്ല ഒരു സന്ധ്യാസമയം ഞങ്ങൾ ആശംസിക്കുക. രാവിലെ ഇന്ന് ഞങ്ങൾക്ക് മോർണിംഗ് വാക്കിന് വരാൻ പറ്റാഞ്ഞതുകൊണ്ട് ഈ സമയം ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ഞാൻ കേട്ടോ നേഹ, ഇന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ, ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസവും ഓരോ ആവേശമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ തളർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ ഈ എല്ലാവർക്കും ചില പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ വരുമ്പോഴേ ആ പ്രതിസന്ധിക്ക് അനുസരിച്ച് ഇവരങ്ങ് തളരുക. മനസ്സിലായോ? അപ്പം ഇതിന് ഞാൻ ഇട്ടേക്കുന്ന ടോപ്പിക്ക് ഇടിഞ്ഞത് എന്തോ ഇടിഞ്ഞു വീഴുക. ഇടിഞ്ഞത് നീയല്ല. ആരാ ഇടിഞ്ഞത്? നീയല്ല, നീ പണി തീരുന്ന കഥയാണ്. അതാണ് സംഭവം. മനസ്സിലാവുന്നോ? പണി തീരുന്ന കഥയാണ്. അപ്പൊ നീ നിന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് അങ്ങനെയാണ്. അത് അങ്ങനെ ആലോചിച്ചോണം. എല്ലാം നഷ്ടപ്പെട്ടു എന്ന്, കേട്ടോ, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നമ്മുടെ ജീവിതത്തിൽ തോന്നും. മനസ്സിലാവുന്നു? അപ്പോൾ ആർത്തോണം, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇരുന്ന് കരഞ്ഞുകൊണ്ടോർക്കും. ദാറ്റ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്, റീസ്റ്റാർട്ടിംഗ് പോയിന്റ്. കേട്ടോ, എന്തോ ആ സമയമാണ് നിന്റെ ജീവിതത്തിന്റെ രണ്ടാമത്തെ തുടക്കം. അപ്പം ബൗൺസ് ബാക്ക്. മനസ്സിലാവുന്നു? അപ്പൊ ആലോചിച്ചോണം. മനസ്സിലായോ? വേദനയില്ലാത്ത വളർച്ചയൊന്നും വളർച്ചയല്ല. എങ്ങനെ? വേദനയില്ലാത്ത വളർച്ചയൊന്നും വളർച്ചയല്ല. നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ടല്ലോ, അതൊരു ശിക്ഷയല്ല. അതെന്തോ അല്ല, അത് പിന്നെ എന്തായിരിക്കും? ഇറ്റ്സ് എ ട്രെയിനിങ്. എന്തോ? അതൊരു ട്രെയിനിങ് ആണ്. കാരണം എന്താ? നിന്റെ വിജയം ചെറിയ 10ാം ക്ലാസ് എഴുതി PSC എഴുതുന്ന വിജയം അല്ല. നിന്റെ വിജയം വലുതാണെങ്കിൽ നിന്നെ അതനുസരിച്ച് മോൾഡ് ചെയ്യും. നിന്നെ സഹിപ്പിച്ച് നിന്നെ അത്ര കൃത്യമായ രീതിയിലാക്കിയെടുക്കും. അതുപോലെ സ്വർണം അത്ര ക്ലീൻ ചെയ്യുന്നതിന് അക്വറ്റ് റീജിയ എന്ന് പറയുന്ന പ്രോസസ്സ് ഓർത്തോണം. അത്രമാത്രം താപത്തിലാണ്, 700 അല്ലേ ടെമ്പറേച്ചറിലാണ് അത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി വാല്യൂ ഉള്ള സാധനത്തെ ഇച്ചിരി നല്ലോണം ഉരുക്കിയെ സെറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള പ്രതിസന്ധി വരുമ്പോൾ എന്താണ് ഉദ്ദേശിക്കേണ്ടത്? നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു. വേദനയില്ലാത്ത വിജയം എന്തല്ല, അതൊരു വലിയ വിജയമല്ല. എന്നാൽ അന്നേരം വരുന്ന വേദന എന്താണ്? അതൊരു ശിക്ഷയല്ല. ഇറ്റ്സ് ഓൺലി എ ട്രെയിനിങ്. മനസ്സിലായോ? നമ്മൾ സ്ട്രോങ് ആകാൻ ലൈഫ് നമ്മളെ ഇങ്ങനെ മോൾഡ് ചെയ്യും. എന്തോ? നമ്മൾ സ്ട്രോങ് ആവാൻ ലൈഫ് നിങ്ങളെ ഇങ്ങനെ മോൾഡ് ചെയ്യും. ചേച്ചി, എന്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നടക്കും? എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും. ഓക്കെ. അപ്പോൾ നമ്മളെ ആലോചിക്കേണ്ട എന്താ പറഞ്ഞേ? നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ വരുന്ന പ്രതിസന്ധി നമ്മൾ പറഞ്ഞു എന്താണ്? ഇതൊക്കെ ഒരു റീസ്റ്റാർട്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്താണ്? ഇത് ഇങ്ങനെ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ലൈഫ് തന്നെ നിങ്ങളെ എന്ത് ചെയ്യാണ്? മോൾഡ് ചെയ്യാണ്. മനസ്സിലാവുന്നോ? മോൾഡ് ഒരുക്കുക എന്ന് പറഞ്ഞാൽ, ഉരുക്കി ഒരാളെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലേ, അത്ര താപത്തിൽ ആ അച്ചിലേക്ക് ഒഴുക്കുന്നത്. മനസ്സിലാവുന്നോ? നിങ്ങളെ പ്രധാനമന്ത്രിയാക്കുന്നതും മന്ത്രിയാക്കുന്നതുമൊക്കെ ചുമ്മാതെ എന്തെങ്കിലും പഠിച്ചാൽ ഒക്കത്തില്ല. അവിടെ നിങ്ങൾ ഉരുകണം, നിങ്ങളവിടെ കരയണം. മനസ്സിലാവുന്നോ? എന്നാൽ മാത്രമേ നിങ്ങൾ ആ രൂപമായി മാറൂ. മനസ്സിലായോ? ജീസസ് രൂപമാവാൻ വേണ്ടി ആ ക്രൂശിൽ കടന്നു. മനസ്സിലായോ? അതുപോലെ നിങ്ങളെ സ്ട്രോങ് ആക്കി എടുക്കുകയാണെന്ന് അർത്ഥം. എല്ലാവരും വിട്ടുപോകുന്ന ഒരു സമയമുണ്ട്. മനസ്സിലാവുന്നു? അപ്പോൾ മാത്രമേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നിന്റെ വാല്യൂ. എൻ്റെ സാംസ ഒരു ലൈക്ക് അടിച്ചു കേട്ടോ. ഇപ്പം കുവൈറ്റിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ എന്തോ ചെയ്യും? ആ വേദന അറിയാൻ പറ്റും. ഒറ്റയ്ക്കാവുമ്പോഴേ എന്ത് ചെയ്യാൻ പറ്റൂ? നിനക്ക് ആ വേദന മനസ്സിലാക്കാൻ പറ്റും. ഏതിൻ്റെ വേദന? ആരെന്നോടൊപ്പമുണ്ട് എന്നുള്ള വേദന. മനസ്സിലാവുന്നു? ആരൊക്കെ നമ്മളോടൊപ്പമുണ്ട് എന്നറിയാൻ നമ്മൾ എന്താവണം? ഒറ്റയ്ക്കാവണം. മനസ്സിലാവും? അപ്പോൾ ആ ഒറ്റയ്ക്കായെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തോ മനസ്സിലായിക്കോണം? നിങ്ങൾ തകർന്നയാണോ? അല്ല, വാല്യൂ മനസ്സിലാക്കാനുള്ള സമയമാണ്. എന്തോ? നിന്റെ വാല്യൂ, സെൽഫ് റെസ്പെക്ട് ബിൽഡ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് റെസ്പെക്ട് ബിൽഡ് ചെയ്യുന്നത് ആ ഏകാന്തതയിൽ നിന്നാണ്. മനസ്സിലായോ? യെസ് ഐ ക്യാൻ അവിടെ പറയേണ്ടത്. എന്നെ കൊണ്ട് പറ്റുമെന്ന് കൃത്യമായി പറയേണ്ടത് എവിടെ?
അവിടെയാണ്. മനസ്സിലായോ? അപ്പോൾ ഒറ്റപ്പെട്ടു പോകുമ്പം ഭയപ്പെടണോ? കാരണം എന്താണ്? നിങ്ങളുടെ വില നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന ആ സമയമാണ് എന്തെന്ന് പറയുന്നത്. ആ ഹായ്, എന്തുകൊണ്ട്? ആ, അപ്പം മനസ്സിലായോ? ആ റെസ്പെക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന സമയം ഏതാണ്? അതുമായി ബന്ധപ്പെട്ട. മനസ്സിലായോ? അടുത്തൊരു പോയിന്റ് എന്തോന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിന്റെ സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുക. മനസ്സിലാവുന്നോ? മോടെ സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുക. നിങ്ങളിപ്പം വേദനയിലാണല്ലോ. അപ്പോൾ ആ സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വേദനയാണെന്നുണ്ടെങ്കിൽ അതൊരു ബാഡ് ചാപ്റ്റർ ആണെന്ന് വിചാരിച്ചാൽ മതി. മനസ്സിലായോ? അതൊരു, ഞാൻ എഴുതിയതിൽ ഒരു ബാഡ് ചാപ്റ്റർ ആണെന്ന് എഴുതിയാൽ മതി. പക്ഷെ സ്റ്റോറി തീർന്നോ? ഇല്ല. അപ്പോൾ ആ എഴുതി കഴിയുമ്പോൾ നമ്മൾ എന്താ ഇടുന്നത്? ഫുൾ സ്റ്റോപ്പ് ആണോ ഇടുന്നത്? കോമയാണോ ഇടുന്നത്? കോമ എന്ന് പറയുന്നത് അടുത്തത് വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ബാഡ് ചാപ്റ്റർ വന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ ചാപ്റ്റർ തീർന്നപ്പോൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടോ? അവിടെ കോമയായിട്ട് കോമ ഇടുന്നിടത്തൊന്നും നീ ഭയപ്പെടണ്ട. നീ ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ കഥ പൂർത്തീകരിക്കപ്പെടും. മനസ്സിലാവുന്നോ? അപ്പം ഫെയിലുവർ എന്ന് പറയുന്നത് എന്താണ്? ഫുൾ സ്റ്റോപ്പ് ആണോ? ഇറ്റ്സ് ഓൺലി കോമ. മനസ്സിലാവുന്നോ? അപ്പം സക്സസ് ആണ് എന്തോന്ന് പറയുന്നത്? ഫുൾ സ്റ്റോപ്പ്. സക്സസ് ആവാതെ നിർത്തരുത്. അതിനിടയിൽ വരുന്ന ഒരു പ്രതിസന്ധി നിങ്ങൾ കണ്ടില്ലെന്ന്. മനസ്സിലായോ? വേദനിക്കണോ? നീ തകർന്നിട്ടില്ല. എന്താ? മനസ്സിലായോ? നീ എന്താണ്? നീ തകർന്നിട്ടില്ല. നീ മാറ്റം വരുത്തുന്ന ഒരു പ്രോസസ്സിലാണെന്നേ ഉള്ളൂ. എന്തോ? നീ തകർന്നിട്ടില്ല, നീ മാറ്റം വരുത്തുന്ന ഒരു പ്രോസസ്സിലാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതായത് പ്രതിസന്ധി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു കാറ്റർപില്ലറിനെ കേട്ടിട്ടില്ലേ? അവൻ അതിനകത്തിരിക്കുക. അതിനകത്തുനിന്ന് ബട്ടർഫ്ലൈ ആകുന്നിടം വരെയുള്ള ആ സ്ട്രഗിളിങ്, അവൻ പൊട്ടുന്ന സ്ട്രഗിളിങ്, അത് നീ ആലോചിക്കണ്ട. കാരണം എന്താ? നീ പറക്കാൻ പോവാ. മനസ്സിലാവുന്നോ? പറക്കുന്നതിന് മുമ്പ് നിന്നെ പറക്കാൻ നീ ശക്തനാണോ? ആ ശക്തനാക്കുന്നത് ആ കാറ്റർപില്ലർ സ്റ്റേജിലാണ്. അപ്പം നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പറ്റിയാൽ തളരുകയല്ല, അതൊരു റീസ്റ്റാർട്ടിങ് പോയിന്റാണ്. നിങ്ങൾ ഒറ്റപ്പെടുന്നത് നിങ്ങളെ കരുത്തരാക്കാനാണ്. നിങ്ങൾ കാറ്റർപില്ലറിൻ്റെ കൂട്ട് നിങ്ങൾ എന്താണ്? ആ കഠിനമായ വേദന സഹിച്ച് പറക്കാൻ തുടങ്ങുകയാണ്. മനസ്സിലാവുന്നോ? അപ്പം നിങ്ങളുടെ സ്റ്റോറിയിൽ ബാഡ് ചാപ്റ്റർ വന്ന പ്രശ്നമുണ്ടോ? നീ തകർന്നിട്ടില്ല, നീ മാറ്റം വരുത്തുന്ന പ്രോസസ്സിലാണെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ ആലോചിച്ചോണം. ട്രാൻസ്ഫോർമേഷൻ ഓൾവേസ് ലുക്സ് ലൈക്ക് ഡിസ്ട്രക്ഷൻ ഫസ്റ്റ്. എന്താ? ട്രാൻസ്ഫോർമേഷൻ ഓൾവേസ് ലുക്സ് ലൈക്ക് ഡിസ്ട്രക്ഷൻസ് ഫസ്റ്റ്. ശരിയല്ലയോ? അങ്ങനെ വരും. ഓരോ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതിന് മുമ്പും ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാവും. മനസ്സിലാവുന്നോ? അത് ഈ കാറ്റർപില്ലറിന്റെ അവസ്ഥ ആലോചിച്ചാണ്. അവിടുന്ന് പൊട്ടി തന്നെയാണ് നിങ്ങൾ വരാൻ പോകുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് വേദനകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വരുമ്പോൾ, ഒറ്റപ്പെടൽ വരുമ്പോൾ, കൂട്ടുകാർ ചതിക്കുമ്പോൾ, സാഹചര്യങ്ങൾ മാറുമ്പോൾ, എന്തു വന്നാലും ഇനി പ്രശ്നമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇതെല്ലാം നിങ്ങളെ ശക്തരാക്കാൻ വേണ്ടി വരുന്ന സംഭവം. മനസ്സിലായോ? ഈ സക്സസ് വലിയ വിജയം വേണമെന്നുണ്ടെങ്കിൽ ചെറിയ വിജയത്തിന് ഒരു പ്രശ്നമില്ല. ഒരു ജോലി നേടുന്നതിനൊക്കെ അങ്ങ് പഠിച്ചിട്ട് പോയാൽ മതി. പക്ഷേ നീ എടുക്കുന്ന റിസ്ക് വലുതാണെങ്കിൽ, ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ രീതിയിലാണ് നീ ചെയ്യുന്നതെങ്കിൽ, നീ ഒറ്റപ്പെടും, നീ കരയും, നീ രാത്രി നിലവിളിക്കും, മറ്റുള്ളവർ നിന്നെ കളിയാക്കും. എടാ പൊട്ടാ, നീ പഠിച്ചിട്ട് എന്തുവാണായോ ആയി നോക്കി നടക്കുന്നതെന്ന് ചോദിക്കും. കാരണം നിൻ്റെ ഉള്ളിലിരിക്കുന്ന തീഷ്ണത നീ മാത്രമേ കാണൂ. മനസ്സിലായോ? നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, നീ മോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന, അതായത് നീ മോൾഡ് ചെയ്യണമെന്നുണ്ട്, മോൾഡ് അച്ചിലേക്ക് നിന്നെ ഉരുക്കണമെന്നുണ്ടെങ്കിൽ ഉരുക്കി നിന്നെ അത്രയും താപത്തിൽ ഉരുക്കിയിട്ടേ നിന്നെ അതിനകത്തോട്ട് ഒഴിച്ച് രൂപമാക്കി എടുക്കാൻ പറ്റൂ. മനസ്സിലായോ? ഡൗട്ടുണ്ടോ? മനസ്സിലായോ? പക്ഷെ അതിനൊരു കാര്യം നിങ്ങൾ ചെയ്യണം. ഇത് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തോന്നറിയാമോ? കമ്പാരിസൺ ഒരിക്കലും ചെയ്യരുത്. കമ്പയർ ചെയ്യരുത്. ഞാൻ പല പ്രാവശ്യം പറയും. മറ്റുള്ളവരുടെ ടൈമിങ്ങിൽ, മനസ്സിലാവുന്നോ? ആ ടൈമിങ് വേറെയാണ്. അത് അവൻ്റെ ടൈമിങ്. ഈ കമ്പാരിസൺ, അവൻ സക്സസ് ആയെന്ന് പറഞ്ഞുകൊണ്ട് നീ സക്സസ് ആവണമെന്നുണ്ടോ? അതനുസരിച്ച് അവൻ പോലും എൻ്റെ കൂടെ പഠിച്ചത് അവൻ അങ്ങ് ജയിച്ചു, ഞാനങ്ങ്. മനസ്സിലാവുന്നു? അവന് കൊടുത്തത് ചെറിയ വിജയം,
നിനക്ക് വരുന്ന വിജയം അവനെയും ഭരിക്കാൻ പറ്റുന്ന വിജയത്തിലേക്ക്. ആയിരക്കണക്കിന് അവനെ പോലെ ഉള്ളവരെ ഭരിക്കാനാണ് നീ വരുന്നത്. മനസ്സിലാവുന്നോ? അങ്ങനെയുള്ള കമ്പനിയുടെ ഫോർമേഷന് വേണ്ടിയാണ് നീ വരുന്നത്. മനസ്സിലാവുന്നോ? അങ്ങനെ ആവുമ്പോൾ നീ എന്തു ചെയ്യും? കൂടുതൽ വേദന അനുഭവിക്കേണ്ടി വരും. മനസ്സിലായോ? മനസ്സിലായോ? അപ്പം ഇത് നിന്റെ ടൈമിംഗ് ആണോ അവൻ്റെ ടൈമിങ്? അല്ല. അപ്പം അത് അവൻ്റെ ടൈമിംഗ് ആണെങ്കിൽ അവൻ്റെ ടൈമിങ്, നിന്റെ ടൈമിംഗ് ഇതല്ല. മനസ്സിലായോ? അത് വേറെയാണ്. അത് ലേറ്റ് ആയാലും അത് ലേറ്റ് ആവുന്നതല്ല. പക്ഷെ കാരണം എന്താ? അത് ഡിഫറൻ്റ് ആയതുകൊണ്ട് അങ്ങനെ സംഭവിക്കും. ആ, മനസ്സിലായോ? അങ്ങനെ ചിന്തിച്ചാൽ മതി. അടുത്തൊരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മനസ്സ് പറയുക, എനിക്ക് പറ്റില്ലെന്ന് മനസ്സ് പറയുക. എനിക്ക് പറ്റില്ല എന്ന് മനസ്സ് പറയുമ്പോൾ ഒരു കാര്യം ആലോചിച്ചോണം. നമ്മുടെ ശരീരം എന്താണ്? ഓൾറെഡി ഫിറ്റാണ്. ശരീരം എന്തിനാണ്? ശരീരം റെഡിയാണ്. മനസ്സ് പറയുക പറ്റത്തില്ല. മനസ്സിലായോ? മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യണം. ശരീരം വില്ലിങ് അല്ലയോ? ഐ ആം ഓക്കെ. ബോഡി എന്താ പറയുന്നത്? ഐ ആം ഓക്കെ. പക്ഷെ മൈൻഡ് എന്ത് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നിർത്താനുള്ള പ്ലാനുമായിട്ട് നിൽക്കുക. അപ്പം നിങ്ങൾ അവിടെ മൈൻഡിനെ എന്ത് ചെയ്യണം? വിശ്വസിപ്പിക്കണം, റീപ്രോഗ്രാമിങ് ചെയ്യിപ്പിക്കണം. അതാണ് ഞാൻ പറയുന്നത് മെഡിറ്റേഷൻ അങ്ങനെയുള്ള സാധനങ്ങൾ. ഫിയർ എന്ന് പറയുന്ന ഒരു സാധനം ഒരു ഫോൾസ് സിഗ്നലാണ്. പപ്പ പറഞ്ഞിട്ടുണ്ട് ഫിയറിനെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഫിയർ എവിടെ ഉണ്ടായാലും അവനെ ആക്രമിക്കണം. അവിടെ വാഴ അനങ്ങിയെന്ന് പറഞ്ഞാൽ ടോർച്ചടിച്ച് വാഴയിലേക്കകത്തോട്ട് അടിച്ചു നോക്കണം. അപ്പോൾ ആ ഫിയർ മാറും. പിന്നെ പപ്പയ്ക്കൊരു നമ്മുടെ ഇതിനകത്ത് എലിവേറ്ററിനകത്ത് കയറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കയറി ആ ഭയം മാറ്റണം. അപ്പം ഭയം എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഭയത്തിനടുത്തേക്ക് ചെല്ലുക, അതിനെ കൊന്നെടുക്കുക. പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ പേടിയാണെങ്കിൽ പരീക്ഷ എഴുതിക്കൊണ്ടേയിരിക്കുക. ഐഡിയ മനസ്സിലായോ? പരീക്ഷ പേടിയാണെങ്കിൽ പരീക്ഷ എഴുതിക്കൊണ്ടേയിരിക്കുക, അറിയുക. മനസ്സിലാവുന്നോ? എനിക്ക് പറ്റില്ല എന്ന് മനസ്സ് പറയുമ്പോൾ ബോഡി ഓൾറെഡി എന്താണ്? റെഡിയാണ്. ഫിയർ എന്ന് പറയുന്ന സാധനം ഒരു ഫാൾസ് ആയിട്ടുള്ള സിഗ്നലാണ്. അതുകൊണ്ട് ഒരു ഫിയർ എന്ന് പറയുന്നതാണ് ഒരു ഫോൾസ് സിഗ്നലാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോണം. ഈ ചെയ്യുന്നതിന് മുമ്പ് ഗിവപ്പ് ചെയ്യരുത്. മനസ്സിലാവുന്നോ? ചുമ്മാ അത് അങ്ങോട്ട് തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കരുത്. എടാ, ഈ തുടക്കത്തിൽ പലരും നിങ്ങളോട് എന്ത് പറയും? പറ്റില്ല പറ്റില്ല പറ്റില്ലെന്നേ പറയും. എടാ, പറ്റാത്ത എന്താണെന്ന് മാത്രം ചിന്തിക്കണം. അന്നാ അത് വിടരുത്. ഗീവപ്പ് എന്നതൊന്നില്ല. നിങ്ങൾ ട്രൈ ചെയ്യുക, 100% അത് സക്സസ് ആയിരിക്കും. മനസ്സിലാവുന്നോ? അതുകൊണ്ട് ഇത്രേ പപ്പ പറയുന്നുള്ളൂ. നീ ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഗീവപ്പ് ചെയ്യരുത്. പഠിച്ചോ? എന്താ? നീ ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഗീവപ്പ് ചെയ്യരുത്. ഡൗട്ട് ഉണ്ടോ? ഒരു കാരണവശാലും അത് ചെയ്യരുത്. അതുകൊണ്ട് ദിവസവും നീ എന്ത് ചെയ്യണം? 1% മാർക്കും. എന്താ? അപ്പോൾ 100 ദിവസം ആകുമ്പോൾ 100%. മനസ്സിലാവുന്നു? 1% നിങ്ങളൊരു പഠനം നടത്തുമ്പോൾ ആ 1% ആ ദിവസത്തിൽ ചെയ്യാൻ പറ്റണം. എന്തുകൊണ്ട് സാറേ? ഇന്ന് രാവിലെ കണ്ടില്ലല്ലോ. എന്നാൽ ഞങ്ങളാരാന്ന് വരാഞ്ഞത്. ഓക്കെ, മനസ്സിലായോ? 1% ജീവിതത്തിൽ മാറിക്കൊണ്ടേയിരിക്കണം. മനസ്സിലായോ? അപ്പം നിന്റെ പെയിൻ, മോടെ പെയിൻ, വേദനകൾ മോളെ എന്താക്കും? മോടെ ഫ്യൂച്ചർ പവർഫുള്ളാക്കും. എന്ത് ചെയ്യും? മോടെ മോടെ പെയിൻ ഫ്യൂച്ചറിൽ എന്തായി മാറും? ഫ്യൂച്ചർ പവർഫുള്ളാക്കി മാറ്റും. മറക്കുവോ? അതുകൊണ്ട് നമ്മൾ വേദനിക്കുവോ? ഇല്ല. ഒരു കാരണവശാലും പേടിക്കണ്ട. മനസ്സിലാവുന്നോ? അപ്പൊ ഈ കരച്ചിൽ എന്തിനു വേണ്ടിയുള്ളതാ? ഈ കരച്ചിൽ എന്തിനു വേണ്ടിയുള്ളേ? എന്തിന്? ആരുടെ കടയാത്? ചായ ഉണ്ടോ അവിടെ? കേട്ടോ, ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം. ഒരിക്കൽ തകർന്നവരാണ് ഏറ്റവും ശക്തരായി മാറുന്നത്. ഒരിക്കൽ തകർന്നവരാണ് ഏറ്റവും ശക്തരായി മാറുന്നത്. എന്നാൽ അവരെ ഒന്ന് കണ്ടിട്ട് വരാം. ഒരിക്കൽ തകർന്നവരാണ് ഏറ്റവും ശക്തരായി വരുന്നത്. പോയിന്റ് പറയാം, എന്താ കാര്യമെന്ന്? കറക്റ്റ്. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് അവർ പിന്നെയും ഉയർത്തെഴുന്നേക്കും. അവരത് ഫേസ് ചെയ്തവരാ. ഒരിക്കൽ തകർന്നവന് പിന്നെ വരുന്നതിന് എന്തെങ്കിലും മടിയുണ്ടോ? അവൻ ഇടിച്ചു കയറി വരും. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾക്ക് പപ്പ ഇന്ന് പറഞ്ഞ ടോപ്പിക്ക് മനസ്സിലായോ? ഈ ടോപ്പിക്കിനകത്ത് പപ്പ പറയാനുള്ള ഒരു പോയിന്റ് കൂടെ എന്താണെന്ന് ചോദിച്ചാൽ,
നിനക്ക് ഇപ്പോൾ തോന്നുന്നു എല്ലാം തീർന്നു എന്ന്. എന്തോ ഇപ്പോൾ തോന്നുന്നു എല്ലാം തീർന്നു. എന്നാൽ ലൈഫ് നിനക്ക് എന്ത് പറയുന്നത് എന്തുവാണ്? ദിസ് ഈസ് ദ റൈറ്റ് ടൈം. മനസ്സിലാവുന്നു? അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഞാൻ ഈ ചോദിച്ചോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം താല്പര്യമുണ്ട്, പക്ഷെ മറ്റുള്ളവർ കറക്റ്റ് ചെയ്യുമോയെന്ന് ഓർത്തിട്ട് നമ്മൾ പേടിച്ച്, അല്ലെങ്കിൽ പേടിയല്ല, മറ്റുള്ളവർ പറയും ഇത് തെറ്റാണ് എന്ന ചിന്താഗതിയോടുകൂടെ നമ്മൾ തുടങ്ങാം. ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, കമ്പാരിഷൻ ഇല്ല, മറ്റുള്ളവരോട് ചോദിപ്പില്ല, നിന്റെ മനസ്സിനോട് മാത്രം ചോദിക്കുക, സംശയങ്ങൾ മാത്രം മറ്റുള്ളവരോട് ചോദിക്കുക. അമ്മച്ചി എന്തുകൊണ്ട് ഈ കടയിൽ എന്തൊക്കെയുണ്ട്? ജ്യൂസ് എന്തോ നാരങ്ങ വെള്ളമാണോ? എന്തോ വേണം? അപ്പം 4 നാരങ്ങ വെള്ളം എന്താ അമ്മച്ചിയുടെ കടയിൽ നിന്ന് എന്തെങ്കിലും കുടിക്കണ്ടേ? 4 നാരങ്ങ വെള്ളം എത്ര രൂപ? 80 രൂപ. 100 എടുത്തോന്ന് സംശയമാണ്. ഗൂഗിൾ പേ ഉണ്ടോ അമ്മച്ചി? ഇപ്പം 40 രൂപ ഉണ്ട്. ബാക്കി അപ്പുറത്തെ കടയിൽ ഗൂഗിൾ പേ ആയതുകൊണ്ട് ഇപ്പോൾ പൈസ എടുക്കാറില്ല. ഓക്കെ അമ്മച്ചി, അന്നേരം ദൈവമേ എന്നും പറഞ്ഞോണ്ട് ഈ 40 രൂപ കൂടി എന്നല്ല ഇത് വെച്ചോ. ബാക്കി ഇങ്ങോട്ട് വരുമ്പോൾ ഇല്ല വല്യപ്പൻ്റെ ഇന്ന് മാറ്റിക്കൊണ്ട് വരാം. എത്ര മണി വരെ ഉണ്ട് ഇവിടെ? ആന്നല്ലേ? അപ്പോൾ 4 വെള്ളം ഒഴിക്കുക. ഇത് ഞങ്ങളുടെ നാട്ടിൽ പുതുതായി തുടങ്ങിയ കടയാണ്. അമ്മച്ചി ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അമ്മച്ചി എല്ലാ കഠിന പ്രശ്നങ്ങളിൽ നിന്നും തുടങ്ങിക്കൊള്ളുക കേട്ടോ. സക്സസ് ആവും. ഭയപ്പെടരുത്. ഇവിടെ മൊത്തം ഭരണി ആവണം, ചായ ആവണം, എല്ലാം വേണം കേട്ടോ. എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. നമുക്ക് ഇവിടെ ഒരു കസേര ഒരു എന്തെങ്കിലും ഇവിടെ ഇടാനുണ്ടോ? കസേര എന്തെങ്കിലും വേണോ? ഞാൻ നോക്കാം. റെഡി? നമ്മുടെ ഈ കാണത്തിലോടി വീട്ടിൽ മേലിൽ 2-3 പ്ലാസ്റ്റിക് കസേര കൊടുക്കാൻ. ഞാൻ എടുത്തോണ്ട് തരാം കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് കത്തിക്കണോ ഇത്? അല്ല, ഇത് കത്തിക്കണമെന്നല്ല, കട ഉയർത്തണം. ഓക്കെ, താങ്ക് യു. അല്ല അതല്ല, എന്തെങ്കിലും അവിടെ വേറെ ഒരു ഇരുമ്പ് കസേര നല്ല കിടപ്പം. ഇതൊന്നും